ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പടച്ച് വേവിക്കുക. എരിവിനനുസരിച്ച് മുളകിട്ട് കൊടുക്കണം. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. സാധാരണ ഞങ്ങളുടെ സ്ഥലത്ത് കിച്ചടിക്ക് തേങ്ങ അരയ്ക്കാറില്ല, മഞ്ഞൾ പൊടിയും ചേർക്കാറില്ല. പക്ഷേ ഇത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് തേങ്ങ അരയ്ക്കുന്ന ഒരു കിച്ചടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. തരിയൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പിണ്ടി ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ അരച്ച കൂട്ടി ചേർത്ത് കൊടുക്കുക. ജാറ് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ പച്ച രുചിയൊക്കെ ഒന്ന് മാറി അതെല്ലാം ഒന്ന് വെന്ത് മിക്സായി വരണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനി നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് ഒരുപാട് സമയം ഇത് ചട്ടി ചൂട് നിൽക്കും. അപ്പം ആ ചൂടിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്താൽ കിച്ചടി പിരിഞ്ഞതുപോലെ ആകും. അതുകൊണ്ടാണ് അങ്ങനെ. കിച്ചടിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ രണ്ടാമത് ചേർക്കണം ഈ സമയത്ത്. അതുപോലെ 1 നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് വറുത്തൊന്ന് ചേർക്കണം. ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകും 1 ഉണക്കമുളക് കട്ട് ചെയ്തതും 2-3 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് അത് നമുക്കത് ആ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ടുള്ള നമ്മുടെ വാഴപ്പിണ്ടി കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം ഇത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.